38 കുട്ടികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പ്രസംഗിച്ച് തകർക്കാമെന്നുള്ള ഒരു വ്യാമോഹവും എനിക്കില്ല, എനിക്ക് കഴിയത്തുമില്ല. എന്താ പറയുക, ഈ മലയാള ഭാഷയിലൊരു വലിയ പ്രസംഗം നടത്താനുള്ള കഴിവുമില്ല, മനസ്സുമില്ല, ശരീരവുമില്ല. എന്നിരുന്നാലും വളരെ സന്തോഷം തോന്നും ഇവിടെ വരുമ്പോൾ. ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നും. ഏതോ ഒരു സ്വന്തം വീട്ടിലെത്തിയ ഒരു പ്രതീതി. ഈ വർമ്മയും ഫാമിലിയും കൂടെ ഇവിടെ ഈ നാട്ടിൻ്റെ നന്മകളെല്ലാം കൊണ്ടുവന്ന് അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അത് മാത്രമല്ല, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഫോക്ലോറിലെ കുട്ടികളും ഈ നാട്ടുകാർക്കൊക്കെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ, സ്കോളർഷിപ്പ് എമൗണ്ട് ഒന്ന് കൂട്ടാൻ പറ്റുമോ, അല്ല എന്തെല്ലാം പ്രോത്സാഹനം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസ് റൂം എങ്ങനെ നന്നായി കൊടുക്കാൻ പറ്റും, എങ്ങനെ ഇവരെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. പക്ഷേ ഒരുപാട് മക്കളുള്ള ഒരു അച്ഛൻ്റെ ഒരു ശുഷ്കിച്ച പാക്കറ്റുമായി നിൽക്കുന്ന ഒരു വൈസ് ചാൻസലറാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ശ്രമം ഒരുപാട് കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. കൂടുതൽ സമ്പത്ത് കൊണ്ടുവരാനും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് നന്നാക്കാനും ഈ കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൗകര്യം കൂട്ടുന്നതിനും ലൈബ്രറി സൗകര്യം കൂട്ടുന്നതിനും എല്ലാ തരത്തിലും ഈ യൂണിവേഴ്സിറ്റി ഒരു മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ശ്രമിക്കും. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇന്ന് വന്ന ഈ കുട്ടികളുടെ പ്രതിഭ മുന്നോട്ട് വളർന്ന് അവർ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വന്ന് വളർന്ന് വലുതാകട്ടെ എന്ന് ആശംസിക്കുന്നു. വർമാജിയോടും 38 മക്കളോടും എനിക്ക് പറയാനുള്ളത്, വർമാജി പറഞ്ഞാണ് 38 ഉള്ളത്, ഇനി 39 ഉണ്ടാകുന്നറിയത്തില്ല. വർമാജിയോടും മക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഫോക്ലോർ കുടുംബം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വലിയ ഫാമിലിയുടെ ഏറ്റവും വലിയൊരു കുടുംബമായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടാകും. റിസർച്ചിനായാലും അധ്യാപനത്തിനും എഡ്യൂക്കേഷൻ, റിസർച്ച്, സർവീസ്, ഈ മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഈ ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റ് നന്മ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നന്മയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ, നന്മ, നാട്ടിൻപുറത്തിൻ്റെ നന്മ ഉൾക്കൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ നൈർമല്യവും ഒക്കെ കയ്യിൽ നമ്മൾ ഒതുക്കി പിടിച്ചുകൊണ്ട് ഇത് വളരാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഞാൻ വളർത്തുന്നതിന് ആവുന്നത്ര വെള്ളവും വളവും നൽകുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.